2017 ജീർണത ബാധിച്ചു എന്ന പേരിൽ ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്നത്. ഈ കൊടിമരം കോൺക്രീറ്റ് കൊടിമരമാണെന്നറിയാവുന്ന രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തന്ത്രിയും രണ്ട് എഴുക്കോട്ട് ശശി നമ്പൂതിരിയും. മൂന്നാമത് അറിയാവുന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, മധു മണിമല. ആ മധു മണിമല ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു ഇതിൻ്റെ വസ്തുത? ശബരിമലയിൽ 2017 പുതിയ കൊടിമരം പ്രതിഷ്ഠിക്കുന്നത്. ആ കൊടിമരം പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് 2014 ആണ് എൻ്റെ ഓർമ്മ, ദേവപ്രശ്നം നടന്നത് ശബരിമല സന്നിധാനത്ത്. ഈ ദേവപ്രശ്നം നടക്കുന്ന സമയത്ത് ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ഈ ശബരിമലയിലെ കൊടിമരം, ആ കൊടിമരത്തിന് ജീർണത ബാധിച്ചിരിക്കുന്നു, അത് അശുദ്ധിയാണ്, കൃമികീടങ്ങൾ ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഭഗവാൻ അനിഷ്ടമാണ്, അതുകൊണ്ട് ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. അപ്പോൾ എഴിക്കോട് ശശി നമ്പൂതിരി, അദ്ദേഹം ഗുരുവായൂരിലെ മേൽശാന്തിയായിരുന്നു, ശബരിമലയിലെ മേൽശാന്തിയായിരുന്നു, പരമസാത്വികനായ സത്യസന്ധനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ശബരിമലയിലെ കൊടിമരം ഇത് തടിയല്ല, ഇത് കോൺക്രീറ്റ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജീവ് തന്ത്രി അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്, നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ശശി നമ്പൂതിരിയോട് പറഞ്ഞു. അപ്പം ഞാൻ തൊട്ട് പുറകെ നിൽപ്പുണ്ട്. ശശി നമ്പൂതിരിയോട് തന്ത്രി രാജീവ് ചൂടായി. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്. അന്ന് അദ്ദേഹം മേൽശാന്തിയാണ്. അന്ന് അദ്ദേഹം മേൽശാന്തി സ്ഥാനം വിട്ട് കഴിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ അദ്ദേഹം 2012 അതിന് രാജവത്സാന്റെ കാലത്താണ്, 11-12 തോന്നുന്നു അദ്ദേഹം മേൽശാന്തിയായിരുന്നു. ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇതൊരു കോൺക്രീറ്റ് കൊടിമരം. ആ ചടങ്ങിൽ പങ്കെടുത്തയാളാണ്, അല്ല ചുമ്മാ അദ്ദേഹം പറഞ്ഞതല്ല. അതായത് 1970 ഈ ശബരിമലത്തെ പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നത്, കോൺക്രീറ്റ് കൊടിമരം സ്ഥാപിക്കുന്നത്. അന്ന് ആകാശവാണിയിലൊരു വാർത്ത വന്നു, ശബരിമല പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുകയാണ്. ആറന്മുളയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും ദേവസ്വം ബോർഡ് വണ്ടി പമ്പയിലേക്ക് പുറപ്പെടുന്നുണ്ട്, പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ പോകാൻ സൗകര്യമുണ്ടെന്ന് ആകാശവാണിയുടെ വാർത്ത കേട്ടു. അന്ന് എഴിക്കോട് ശശി നമ്പൂതിരി ചങ്ങനാശ്ശേരി SP കോളേജിലാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ വീട് തുറവൂരാണ്, അദ്ദേഹം അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ തുറവൂരുള്ള ഏതോ ഒരു പ്രമുഖ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല. ആ കത്തുമായിട്ട് അദ്ദേഹം ചെങ്ങന്നൂരെത്തി വണ്ടി പുറപ്പെട്ടു. അപ്പോൾ ആൾ പറഞ്ഞ് വണ്ടി പുറപ്പെട്ടേ ഉള്ളൂ, ഒരു ടാക്സി വിളിച്ച് പുറകെ പോയാൽ ആ വണ്ടിയെ കയറി പാന്ന് പോയി. അദ്ദേഹം അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ആറന്മുള വന്നപ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പം ടാക്സി കൂലി കൊടുത്ത് ടാക്സി പറഞ്ഞു വിട്ടതിന് ശേഷം അദ്ദേഹം ആ വണ്ടി, അപ്പോഴത്തേക്ക് സീറ്റ് ഫുള്ളായി, അദ്ദേഹത്തിന് സീറ്റില്ല. അദ്ദേഹം എന്തെങ്കിലും ശബരിമലയ്ക്ക് പോകാനായിട്ട് നിന്ന് അദ്ദേഹം പോയി. അന്ന് ചാലക്കയം വരെ വണ്ടി പോകുള്ളൂ. ചാലക്കയം വരെ ചെന്നിട്ട് അദ്ദേഹം അവിടെ നടന്ന് സന്നിധാനത്തെത്തി. പിറ്റേന്നായിരുന്നു കൊടിമര പ്രതിഷ്ഠ. ആ കൊടിമര പ്രതിഷ്ഠ തന്ത്രി കൃഷ്ണർ, അതായത് രാജീവ് തന്ത്രിയുടെ അച്ഛൻ, തന്ത്രി കണ്ഠര് മഹേശ്വരർ, പിന്നെ മോഹനൻ തന്ത്രി അന്ന് പയ്യനാണ്, പ്രായപൂർത്തിയായി ആ രീതി വരുന്നേ ഉള്ളൂ, 1970. അപ്പം അന്ന് ഈ കൊടിമര പ്രതിഷ്ഠയിൽ പങ്കെടുത്ത ഒരാളാണ് പിന്നീട് ശബരിമല മേൽശാന്തിയായി, ഗുരുവായൂർ മേൽശാന്തിയായി, അങ്ങനെ വിദ്യാഭ്യാസം ജലകളിൽ മേൽശാന്തി, തമിഴ്നാട്ടിലെ പ്രമുഖ ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം മേൽശാന്തിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ആ വിവരം എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ വിവരം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി തന്ത്രി മോഹനെ വിളിച്ച് പറഞ്ഞു, അത് ഞാനന്ന് പങ്കെടുത്തതാണ്, അത് കോൺക്രീറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു. ഈ 2 പേർക്കൊഴികെ വേറെ ആർക്കും ഇത് കൊടിമരം കോൺക്രീറ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത് തടിയാണെന്നുള്ള രീതിയിലാണ് ദേവപ്രശ്നകാരൻ സംസാരിക്കുന്നതും ദേവപ്രശ്നത്തിൻ്റെ ചാർത്ത് എഴുതി കൊടുത്ത് ഭസ്മക്കുളത്തിൻ്റെ സമീപം ഇത് ദഹിപ്പിക്കാനായിട്ട്, തടി കൊണ്ടുള്ള കൊടിമരമാണ്, ദഹിപ്പിക്കാനായിട്ട് ഒരുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കൊടിമര പ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് അന്ന് രാജീവ് തന്ത്രി പറഞ്ഞ ഒരു സ്പോൺസർ വരികയാണ്. ആ സ്പോൺസർ വന്നിട്ട് രാജീവ് തന്ത്രിയായിട്ട് സംസാരിക്കുന്നു, ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുന്നു. ആര് മുഖാനയാണ് ഈ സ്പോൺസർ വന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഞാൻ പുണ്യദർശനം എന്നൊരു ആധ്യാത്മിക മാസിക 25 വർഷമായിട്ട് നടത്തുന്നുണ്ട്. ശബരിമല കേന്ദ്രീകരിച്ച ഒരു ആധ്യാത്മിക മാസിക. 1972 ജനുവരി മാസം 11 ഞാൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. അന്ന് ഞാൻ 5ാം ക്ലാസ് പഠിക്കുക, 9 വയസ്സേ ഉള്ളൂ. അന്ന് തൊട്ട് മുടങ്ങാതെ ഞാൻ ശബരിമലയ്ക്ക് പോകുന്നയാളാണ്. 1993 മുതൽ ഒറ്റ മാസം പോലും മുടങ്ങാതെ ശബരിമലയ്ക്ക് പോയിട്ട്, ഒന്നിൽ ശബരിമല നട തുറക്കുന്ന ദിവസം, അല്ലെങ്കിൽ ശബരിമല നട അടയ്ക്കുന്ന ദിവസം, 1-ാം തീയതി 5-ാം തീയതിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല PR ആയിരുന്നു, അയ്യപ്പസഹോദരൻ PR ആയിരുന്നു, അയ്യപ്പസഹോദരൻ്റെ ദേശീയ പ്രവർത്തക സമിതി അംഗമായിരുന്നു, ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ. ഒന്ന് ശബരിമല എന്ന് പറഞ്ഞാൽ ഒരു സീസൺ 65 ദിവസമാണ്. ഒരു വർഷം ശബരിമല നട തുറന്നിരിക്കുന്നത് 134 ദിവസമാണ്. ഈ 65 ദിവസത്തിൽ ശരാശരി 50 ദിവസവും ഞാൻ ശബരിമലയിലുണ്ട്. കാരണം ഈ വിജയമല്ല, ഇത് സ്വർണ്ണക്കൊടിമരമല്ല, സ്വർണ്ണം പൊതിഞ്ഞ് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 2014 ഈ കൊടിമരം കൊടിമരം മാറ്റാൻ തീരുമാനിക്കുന്നത് 2014. അതിൻ്റെ പണികൾ ആരംഭിച്ചു. അപ്പോൾ ഈ കൊടിമരത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തടി എവിടെ വെച്ചാണ് ഇത് നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് വെച്ചാൽ തന്ത്രി ചൂടായിരുന്ന സംഭാഷണം നടന്നത്? കിഴക്കേ മണ്ഡപത്തിൽ
കിഴക്കേ മണ്ഡപത്തിലാണ് ഈ ദേവപ്രശ്നം നടക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തോട് ചൂടായത്. അദ്ദേഹം അക്ഷോഭ്യനായിട്ട് അവിടെ നിന്നു. അദ്ദേഹം ഒന്നും മിണ്ടില്ല. അപ്പോൾ എനിക്കൊരു വലിയ വിഷമം തോന്നി. ഇത്രയും വലിയൊരു ആളിൻ്റെ അടുക്കൽ അദ്ദേഹം പരസ്യമായിട്ട് ചൂടായതിൽ എനിക്കൊരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വെച്ചു. അതൊക്കെ സ്വാമി ശരണം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം ഒരാളെ പറ്റിയും കുറ്റം പറയുന്ന ഒരാളല്ല. ഒരാളോട് മോശമായിട്ട് പെരുമാറുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം യാതൊരു ഒന്നും ഭാവിച്ചില്ല. കാരണം രാജീവ് തന്ത്രി എന്ന് പറഞ്ഞാൽ രാജീവ് തന്ത്രിയോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, എല്ലാവർക്കും ബഹുമാനമുണ്ട്. എല്ലാവരും കാരണം 2006 മുതൽ 20 വർഷമായിട്ട് 2026 വരെ 20 വർഷമായി. ഈ ഒന്നിടവിട്ട വർഷങ്ങളിലെല്ലാം ആദ്യ കാലങ്ങളിൽ മഹേശ്വരി തന്ത്രിയും രാജീവ് തന്ത്രിയും ഒന്നിടവിട്ട വർഷങ്ങളിലായിരുന്നു. അതിന് മുമ്പ് മോഹനൻ തന്ത്രിയായിരുന്നു. മോഹനൻ തന്ത്രി കേസ് ഉണ്ടായതിനു ശേഷം അദ്ദേഹം വന്നിട്ടില്ല. ഇവർ തന്നെയാണ്. അപ്പോൾ ഈ മോഹനൻ തന്ത്രി വരാതിരുത്തുകൊണ്ട് മഹേശ്വരി തന്ത്രിക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പ്രായാധിക്യമുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും നന്നായിട്ട് ഗണപതി ഹോമം നടക്കും, അവിടുത്തെ പൂജകൾ നടക്കും, മറ്റു ഒരു ആഭ്യന്തര കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടാറില്ല. അപ്പോൾ എന്തൊരു നിർമ്മാണ പ്രവർത്തനം വരുന്നത് അടുത്ത വർഷം രാജീവ് തന്ത്രിയുടെ ട്രെയിനിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ രാജീവ് തന്ത്രിയുടെ ട്രെയിനിലാണ് ശബരിമല മുഴുവൻ ഉടായ്പകളും നടന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് 2007 മണ്ഡല മകരവിള കാലത്താണ്. അന്ന് മാധവൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ് ശബരിമല കീഴ്ശാന്തി, ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് സഹായിയായിട്ട് ശബരിമല വരുന്നത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2004 മുതൽ രാജീവ് തന്ത്രിക്ക് നല്ല അടുപ്പമാണ്. പക്ഷേ രാജീവ് തന്ത്രി ഇയാളെ കൊണ്ടുവന്ന സ്വന്തം മുറിയിൽ സ്വന്തമായിട്ട് കൂടെ നിർത്തിയില്ല. അദ്ദേഹം മാധവൻ പോറ്റിയാണ് അവിടെ പറഞ്ഞു വിട്ടു. പിന്നെ ഇയാൾ നല്ല പെരുമാറ്റമാണ്. ഇന്ന് വരെ ഇപ്പോൾ 19 വർഷമായി അയാൾ ശബരിമല 2017 വന്നു. ഇപ്പോൾ 2026 19 വർഷം. ഈ 19 വർഷം കഴിഞ്ഞ 3-4 മാസം മുമ്പാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഈ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 കൊടിമരം മാറ്റിയത്. അപ്പം ഈ കണ്ഠര് രാജീവരും ഇത് തടിയാണെന്ന തരത്തിലാണോ മറ്റുള്ള ധരിപ്പിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ആകെ ഈ കൊടിമരം കോൺക്രീറ്റ് ആണെന്ന് അറിയാവുന്ന രണ്ട് പേരേ ഉള്ളൂ. ആ 2 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് കൊടിമരം പ്രതിഷ്ഠിച്ച് 1970 എഴിക്കോട് ശശി നമ്പൂതിരിയാണ് അവരൊന്ന് പിന്നെ കണ്ഠര് മോഹൻ രൂപ. താങ്കൾ ഇത് യാദൃശ്യമായി കേട്ടു? ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ദേവപ്രശ്നം നടക്കുമ്പോൾ ഞാൻ സന്നിധാനത്തുണ്ട്. മറ്റുള്ളവരോട് ഈ കാര്യം പറഞ്ഞു? അല്ല, എനിക്ക് ഉറപ്പില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു. ഇത് പൊളിക്കുന്നിടം വരെ എനിക്കും അറിയത്തില്ല. ഇത് പലരും അവിടെ ബെറ്റ്, ചിലർ പറഞ്ഞു കോൺക്രീറ്റ് ആണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു തടിയാണെന്ന് പറഞ്ഞു, പലരും അവിടെ ബെറ്റ് വരെ വെക്കുന്നുണ്ട്. ഈ വാജിവാഹനാണ് ആദ്യം ഇറക്കുന്നത്. വാജിവാഹൻ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് കോൺക്രീറ്റ് ആണെന്ന്. വാജിവാഹൻ എന്നിട്ട് ആർക്ക് കൊടുത്തു? വാജിവാഹൻ ഈ കൊടിമരത്തിൽ നിന്ന് പിന്നെ അനന്തനാചാര്യയുടെ മകൻ അനന്തനാചാര്യം അദ്ദേഹത്തിന് കൂടെയുള്ള ആൾക്കാരുമാണ് ഇത് ഇറക്കുന്നത്. താഴെ നിന്ന് ഈ കയറലാണ് കെട്ടി ഇറക്കുന്നത്. താഴെ നിന്ന് ഏറ്റുവാങ്ങുന്നത് ASP കുറുപ്പാണ് മേടിക്കുന്നത്. അപ്പോൾ ASP കുറുപ്പ് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ അല്ലെങ്കിൽ നിരീക്ഷകൻ അല്ലെങ്കിൽ ഒബ്സർവർ എന്ന് പറയാം. അങ്ങനെ ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് അവിടെ മാറി നിന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് അത് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം. അല്ല, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയെക്കാട്ടി വലിയ പവറിലും പത്രാസില്ല. അത് പലരും അംഗീകരിച്ചു കൊടുത്തു. അദ്ദേഹം വലിയൊരു ആനയാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിച്ചു. അദ്ദേഹമാണ് അവിടെ നിന്ന് ഏറ്റുവാങ്ങിയപ്പോൾ തന്ത്രി അവിടെ നിന്ന് വരുന്നു, കിഴക്കോട്ട് നടന്നു വരുന്നു തന്ത്രി മുറിയിൽ നിന്ന്. അദ്ദേഹം തന്ത്രിക്ക് അവകാശപ്പെട്ടാന്നാണ് പറഞ്ഞത്. എനിക്ക് അവകാശപ്പെട്ടാന്നല്ല പറഞ്ഞു. നിങ്ങൾ കണ്ഠര് രാജീവർ പറഞ്ഞു എനിക്ക് അവകാശപ്പെട്ടെന്നല്ല, ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടാന്നാണ് പറഞ്ഞ് വന്ന് വരുന്നത്. അപ്പം പിന്നെ ASP കുറുപ്പ് അതിനെന്താണെന്ന് ചോദിച്ചു. ഉടനെ പ്രയാറിനോട് പറഞ്ഞു തന്ത്രിക്ക് ആവശ്യപ്പെടാണെങ്കിൽ തന്ത്രിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. ഉടനെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒന്നുകൂടി ഇദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൈ കൊണ്ടാണ് കാണിച്ചത്. ഇവരുടെ സാന്നിധ്യത്തിൽ മഹസറിൽ രേഖപ്പെടുത്താതെ ഈ വാജിവാഹനം ഇറക്കിയതിന് മഹസർ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പിന്നെ രാജീവ് നിന്നു, ശ്രീകോവിൽ അഭിമുഖമായിട്ട് പ്രയാറിൽ നിന്നു. പ്രയാറിൽ കൈമാറുന്നു. അജയ് തറയിൽ അടുക്കലുണ്ട്, രാഘവൻ മെമ്മർ തൊട്ടപ്പുറമുണ്ട്. അജയ് തറയിൽ ഇരുന്ന് തൊട്ടു ഈ വാജിവാഹനം കൈമാറും. അജയ് തറയിലെ പടവും ചിത്രത്തിലുണ്ട്. ഞാനും മുല്ലക്കൽ ശശിയും സജീവ് ശാസ്ത്രവും തൊട്ടപ്പുറം നിൽപ്പുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. ഈ വാജിവാഹനമാണ് ഈ കഴിഞ്ഞ വാർത്തകളിൽ ഇടം പിടിച്ചപ്പോൾ ഇദ്ദേഹം തിരിച്ചു കൊടുത്തത്. അതല്ല പറയാം. ഈ വാജിവാഹനം അന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി. അന്ന് ഈ വാജിവാഹനം കൊണ്ടുപോയി ഞങ്ങൾ തന്ത്രിമുറി ചെന്ന് ഈ വാജിവാഹനത്തെ തൊട്ട് തൊഴുതു. കാരണം നമ്മൾ ശബരിമല ചെല്ലുമ്പോൾ എപ്പോഴും കൊടിമരത്തിന് മുന്നോട്ട് നമ്മൾ തൊഴാറുണ്ട്. ആ വാജിവാഹനം താഴെ വന്നപ്പോൾ അവർ കൗതുകം കൊണ്ട് നമ്മൾ തന്ത്രിമുറി പോയി ഞങ്ങൾ അത് തൊട്ട് തൊഴുതു. പിന്നെ നമ്മൾ ഈ കാര്യം അങ്ങ് വിട്ടു. കാരണം പറയിറക്കി, അഷ്ടദിക് പാലയിറക്കി, എല്ലാം അവിടെ നിന്ന് മഹസർ എഴുതി തൂക്കം നോക്കി അവിടെ കിഴക്കോട്ടൊരു മേശയും കസേരയും കൊണ്ടിട്ട് അവിടെ ഇരുന്നാണ് എല്ലാം എഴുതുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്കറിയത്തുള്ളൂ. അത് കഴിഞ്ഞ് ആറന്മുള സ്ട്രോങ് റൂമിലാണ് ഇത് കൊണ്ടുപോയത് എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതേക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ പിന്നീട് സംഭവം ഉണ്ടായത് ഒരു 3 മാസം മുമ്പ്, 3.5 മാസമായി. ശബരിമല സീസൺ തുടങ്ങുന്ന 1.5 മാസം മുമ്പാണ് തോന്നുന്നു. ആന്ധ്രയിൽ നിന്ന് ഒരു അയ്യപ്പൊക്കെ എന്നെ വിളിക്കുന്നു. മതിച്ചേട്ടാ, ഈ വാജിവാഹനം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. വാജിവാഹനം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. എനിക്ക് ആദ്യം വാജിവാഹനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല.
എന്താണ് ഇത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ശബരിമല അയ്യപ്പൻ്റെ കൊടിമരത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന വാജിവാഹനമില്ലേ ആ വാഹനം. ഞാൻ പറഞ്ഞു വാജിവാഹനം എവിടെയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഓരോ ക്ഷേത്രത്തിൽ ഓരോ കൊടിമരമാണ്, ഓരോ കൊടിമരത്തിന് മുകളിൽ ഓരോ വാഹനമാണ് വെക്കുന്നത്. അത് ആ ക്ഷേത്രത്തിലെ ദേവതയുടെ വാഹനമായിരിക്കും കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതീക്ഷിക്കുന്നത്. ശബരിമല അയ്യപ്പൻ്റെ വാഹനം കുതിര ആയതുകൊണ്ടാണ് വാജിവാഹനം എന്ന് പറയുന്നത്. അത് ശബരിമല കൊടിമരം നിർമ്മിച്ച അനന്തനാചാരിയാണ്. അനന്തനാചാരി ആണ് ഇത് പണിതത്. അപ്പോൾ അനന്തനാചാരിയുടെ നമ്പർ തരാം, നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരും. സാധാരണ ഇങ്ങനെ വാജിവാഹനമായിട്ട് ആരും പണിത് വെക്കാറില്ല, ഇവിടെ ഇല്ല, കൊടിമരത്തിന് മുകളിൽ ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് പറഞ്ഞു. ആന്ധ്രയിലെ ഒരു ധനാഢ്യനായ ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇന്നലെ കുറേ നേരം ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരുന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ ആ വീടെല്ലാം നടന്ന് ചുറ്റി കണ്ടിട്ട് അദ്ദേഹത്തിന് പൂജാമുറി അവിടെ ചെന്നപ്പം കഴുത്തൽ ജമന്തിപ്പൂ മാലയൊക്കെ ഇട്ട് നെറ്റി വലിയ കുറിയൊക്കെ തൊട്ട് കുങ്കുമക്കുറിയൊക്കെ തൊട്ട് ഒരു കുതിര ഇരിക്കുന്നതുണ്ട്. അപ്പം നോക്കിയപ്പോൾ ശബരിമല ഇരുന്ന വളരെ കുതിരയാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ടായിരിക്കും ഭയങ്കര കൊടിശാണ്, അത്രയും വലിയ ഐശ്വര്യമൊക്കെ. അപ്പോൾ ഇത് പൂജാമുറി വെച്ച് പൂജിച്ചാൽ വലിയ ഐശ്വര്യം ഉണ്ടാകുന്നൊരു ധാരണ തോന്നി. അതുകൊണ്ടാണ് മതിച്ചാനെ വിളിച്ച് ചോദിച്ചത്. ഞാൻ അനന്തനാചാര്യയുടെ നമ്പർ കൊടുത്തു, നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എൻ്റെ മനസ്സിലൊരു സ്പാർക്കിംഗ് ഉണ്ടായി. എന്താണ് ഈ സംഭവം എന്നെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അന്നേരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കമ്മീഷണർ സുനിൽ സാറിനെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഇതേപ്പറ്റി അറിയത്തില്ല, അദ്ദേഹം പുതിയ ആളാണ്, അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ തിരുവാഭരണ കമ്മീഷനെ വിളിച്ചു. അദ്ദേഹം അന്നേരം ഒരു കല്യാണത്തിന് ഇവിടെ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3:30 ആയപ്പോൾ വിളിച്ച് വകയെ കിട്ടി. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു സാധനം ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ ഇല്ല. ഈ കാര്യം ഉറപ്പാക്കി. അപ്പോൾ എനിക്ക് ശബരിമല വോയിസ് എന്നൊരു ഗ്രൂപ്പുണ്ട്, ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുണ്ട്. താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. വിവിധ മാധ്യമപ്രവർത്തകരുണ്ട്, ഹൈക്കോടതി ജഡ്ജിയുണ്ട്, DGP ഉണ്ട്, അങ്ങനെ എല്ലാ ആൾക്കാരും. അപ്പോൾ അതിനകത്ത് 18ഓളം തന്ത്രിമാരുണ്ട്. ഈ തന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 തന്ത്രിമാരെ ഞാൻ ബന്ധപ്പെട്ടു. ഈ ശബരിമല ശ്രീകോവിലിൻ്റെ മുകളിൽ ഒരു കൊടിമരത്തിന് മുകളിൽ ഒരു താഴെക്കട ഉണ്ട്, അത് പോയി. ആ താഴെക്കട വാജിവാഹനം ഉണ്ടായിരുന്നു, അത് പോയി. അതെന്താ അങ്ങനെ ഒരാൾക്ക് തന്ത്രിക്ക് കൊണ്ടുവരാൻ അധികാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിനോ അല്ലെങ്കിൽ കൊടിമരത്തിനോ അല്ലെങ്കിൽ വാജിവാഹനത്തിനോ അംഗം വന്നാൽ അത് തടിയാണ്. പണ്ട് കാലത്ത് കമുങ്ങിലായിരുന്നു കൊടിമരം ഉണ്ടാക്കുന്നത്. അതിന് മുകളിൽ തടി കൊണ്ടുള്ള വാഹനമായിരുന്നു, വാജിവാഹനമല്ല വാഹനമായിരുന്നു പ്രതിഷ്ഠിക്കുന്നത്. ആ പ്രതിഷ്ഠയ്ക്ക് അത് നെയ്യിൽ മുക്കി അഗ്നിയിൽ ദഹിപ്പിച്ച് കളയാണ് പതിവ്. അതേസമയം ശിലയാണെങ്കിൽ ആഴമേറിയ സമുദ്രത്തിലോ കായലിലോ നദിയിലോ ആഴങ്ങളിൽ തിരിച്ചെടുക്കാനാവാത്ത വിധം നിമഞ്ജനം ചെയ്യും. അതേസമയം ലോഹമാണെങ്കിൽ ആ ക്ഷേത്ര പരിസരത്തിനെ ഉരുക്കിയതിന് ശേഷം ആചാര്യൻ ദാനം ചെയ്യാം. പക്ഷേ ഒരാചാര്യനും ഇത് വീട്ടിൽ കൊണ്ടുപോകത്തില്ല. കാരണം ഈ ചൈതന്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞ വസ്തു അത് ജഡമാണ്, ജഡസമാനമാണ്, ജഡം തന്നെയാണ്. അതുകൊണ്ടാണ് അഗ്നിയിൽ ദഹിപ്പിക്കുന്നത്, സമുദ്രത്തിൽ നിമഞ്ജനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോഹം ഒരുക്കുമ്പോൾ ലോഹം പുനർജനിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരാളിത് കൊണ്ടുപോയി വീട്ടിൽ കളഞ്ഞ് നമുക്ക് എത്ര പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാലും നമ്മൾ ആ ബോഡി നമ്മൾ ആചാരവിധി പ്രകാരം സംസ്കരിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ വീട്ടിൽ പൊതിഞ്ഞെട്ടി വെക്കത്തില്ല. അത് കൊണ്ടുപോകുന്ന പാപമാണ്, ദോഷമാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. അത് അവകാശം സ്ഥാപിക്കും, അവർക്കങ്ങനെ അവകാശമുണ്ട്. അവകാശം സ്ഥാപിച്ച് മേടിച്ചതിന് ശേഷം ഒരു ദക്ഷിണ സ്വീകരിച്ചാൽ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് പതിവ്. ഈ പറഞ്ഞൊരു ഉദാഹരണം പറയാം. തെടനാട് മഹാദേവ ക്ഷേത്രത്തിൽ 3 കൊടിമര പ്രതിഷ്ഠ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് തന്ത്രി മോഹനരായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ നടത്തുന്നത്. എനിക്കും ക്ഷണമുണ്ടായിരുന്നു. ആ ക്ഷേത്ര ഭാരവാഹികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ വൈഫും കൂടെ ആ പ്രതിഷ്ഠയ്ക്ക് പോയി. ആ 3 കൊടിമരത്തിൻ്റെയും മുകളിലത്തെ വാഹനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ദക്ഷിണ സ്വീകരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ സംഭവമൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ SIT താങ്കളുടെ മൊഴി രേഖപ്പെടുത്തി. SIT എന്നെ വിളിച്ച് മൊഴി എടുത്തായിരുന്നു. ആ മൊഴിക്കകത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മുൻ ശബരിമല മേൽശാന്തിയായിരുന്ന SC ശങ്കരൻ നമ്പൂതിരി അദ്ദേഹം എനിക്ക് വേണ്ടി എൻ്റെ പേർക്ക് ഒരു കത്ത് അയച്ചു. ആ കത്തിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരിക്കലും സ്പെഷ്യൽ കമ്മീഷനല്ല, അദ്ദേഹം ദേവസ്വം കമ്മീഷണറാണ്. അപ്പോൾ ആ അഡ്രസ്സിൽ എനിക്കൊരു പെശ തോന്നി. അതിൻ്റെ പകർപ്പാണ് എനിക്ക് അയച്ചത്. ആ കത്ത് ഞാൻ ശബരിമല വോയിസ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് പിന്നെ ചാനലിൽ കൊടുത്തു, അത് ചർച്ചയായി. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ കത്ത് കവർ സഹിതം SIT SP ശശിധരൻ സാറിനെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അകത്താണ് ശബരിമല സംബന്ധിച്ച അല്ലെങ്കിൽ രാജീവ് തന്ത്രിയെ സംബന്ധിച്ച സുപ്രധാനമായ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ ഇന്നോളം എനിക്കറിയത്തില്ല, എനിക്കെന്നല്ല ശബരിമല വന്നുള്ള ഒരാൾക്കും അറിയത്തില്ല, ഒരു മേൽശാന്തിക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ലാത്ത വെളിപ്പെടുത്തലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നിഷേധിച്ചില്ല, അദ്ദേഹം മക്കൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാവുന്ന ഒരാളുടെ പേര് പറഞ്ഞിരുന്നല്ലോ, അതായത് തന്ത്രിക്കും മറ്റൊരാൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴിയും SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം തന്നെ ഞാൻ SIT SP പറഞ്ഞിരുന്നു, ഇത് എഴിക്കോട് ശശി നമ്പൂതിരി എന്ന വ്യക്തിക്കാണ് ഇത് കൃത്യമായിട്ട് ഇത് കോൺക്രീറ്റ് ആണെന്ന് അറിയാം. അദ്ദേഹം പറഞ്ഞാണ് എനിക്കുള്ള അറിവ്. അദ്ദേഹമാണ് പറഞ്ഞത്. തന്ത്രി മോഹനരും അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് 3 തന്ത്രിമാരാണ് ഇത് പ്രദർശിച്ചത്. തന്ത്രി കൃഷ്ണര്, തന്ത്രി മഹേശ്വരർ, തന്ത്രി മോഹനര്, ഇവർ 3 പേരാണ് പ്രദർശിച്ചത്. ഞാൻ അതിനകത്ത് പങ്കെടുത്തെന്ന് എഴിക്കോട് ശശി നമ്പൂരിയാണ് എന്നോട് പറഞ്ഞത്. അന്നേരം തന്നെ ഞാൻ ശശിധരൻ സാറിനോട് പറഞ്ഞു, എൻ്റെ ഫോണിൽ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹമായിട്ട് സ്പീക്കർ ഫോണിലിട്ട് ശശിധരൻ സാർ അദ്ദേഹത്തോട് സംസാരിച്ചു. അത് സംസാരിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹം നമ്പർ കൊടുത്തു. പിന്നെ മൊഴി എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മുമ്പിൽ നിന്ന് ശശി നമ്പൂരിയെ വിളിച്ച് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു.
എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം മധു മണിമല ഉന്നയിക്കുന്നത്. ശബരിമലയിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയപ്പെടാത്ത നിരവധി കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.